ഹായ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ ഉച്ചക്കത്തൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. രാവിലെ നമ്മൾ ഇഡ്ഡലിയും ചട്നിയാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കത്തേക്ക് പച്ചരി കൊണ്ടുള്ളൊരു ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ പോലെയല്ല, അതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 സവാള, പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് 2 സവാള അരിഞ്ഞതും, ഒരു 2-3 തക്കാളി, ഒരു 2-3 പച്ചമുളക് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ തക്കാളി ഇട്ടാൽ തക്കാളി ചോറ് പോലെ ആവട്ടത്, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കണ പോലെ തന്നെ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങനെ വറ്റി വരും. അതായിട്ട് അരി വെന്ത് കിട്ടുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, ക്യാരറ്റ് ഒക്കെ അരിഞ്ഞതും കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തപ്പോൾ കുപ്പിയിൽ നിന്ന് ഒന്നായിട്ട് അങ്ങോട്ട് പോയി. അത്ര നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് മതി. പിന്നെ സോയാബീൻ ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ സോയാബീൻ ആണെങ്കിൽ ഒന്നും കൂടി കാണാനൊക്കെ രസമുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ്, ബീൻസ് ഒക്കെ എണ്ണയിൽ വഴറ്റിയതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ പോലെ കഴിക്കട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സോയാബീൻ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ മസാലയ്ക്ക് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ പുറത്തുള്ള മസാലയൊക്കെ കൊഴിഞ്ഞ് പോയിട്ട് ഒരു വെള്ള കളറാവും. അപ്പോൾ ഇങ്ങനെ ചോറ് ദമ്മാക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ അത് അതിൻ്റെ അതേപോലെ ഉണ്ടാവും കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണ്, അപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇപ്പോൾ ഇത്ര വെള്ളം വറ്റി വരുമ്പോൾ പിന്നെ അടുപ്പിൽ വെക്കണ്ട കേട്ടോ, പച്ചരി ആകൊണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമ്മളൊരു കനം കയറ്റി വെച്ചാൽ മതി, ഇറക്കി വെച്ചിട്ട്. എന്നാൽ തന്നെ അത് വേകും. പിന്നെ ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത്, ചോറ് കട്ട പിടിച്ച് പോകും. അപ്പം ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് വെച്ചിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചോറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. നമ്മൾക്ക് കുറച്ച് തൈര് ചട്നിയോ അച്ചാറൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സോയാബീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നതല്ലേ ഇഷ്ടം. അപ്പം നമ്മൾക്ക് വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ കറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതായിരിക്കും. നല്ലൊരു പച്ചക്കറി ബിരിയാണീൻ്റെ ടേസ്റ്റ് കേട്ടോ. നെയ്യും നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പച്ചരി ഇല്ലാത്ത വീടൊന്നും ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരി ഇട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ ഇത് ബിരിയാണി റൈസോട്ട് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മൾ പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഉള്ള സാധനങ്ങൾ കൊണ്ടല്ലേ ഉണ്ടാക്കാൻ നല്ലത്. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ മഞ്ചേരി ആസ്പത്രിക്ക് പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്ന് വെറുതെ ഒന്ന് എടുത്തതാണ്. ഇതെവിടെ സ്ഥലം എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയതാണ് മഞ്ചേരി ആശുപത്രിക്ക്. അപ്പോൾ അത് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതെവിടെയാണ് സ്ഥലം എന്ന് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.